Hello everyone, ഞാൻ വിനീത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ജെയ്സൺ സാറ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, പ്രധാനമായിട്ട് കൈനമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ അതുപോലെ വർക്ക് എനർജി പവർ, അടുത്ത രണ്ട് ടോപ്പിക് അല്ലേ, ലോസ് ഓഫ് മോഷൻ ആസ് വെൽ ആസ് വർക്ക് എനർജി പവർ. ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസോ എന്നാൽ വളരെ ടഫായ ക്വസ്റ്റ്യൻസോ അല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്? പ്രധാനമായിട്ട് നീറ്റ് JEE ആസ്പിറൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളതിനകത്ത് ചില കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണ്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് വെറുതെ കുറച്ച് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ല. എന്നാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എക്സാംസ് ഒക്കെ ചിലപ്പോൾ നീണ്ടു പോകാം. കുറച്ചൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം നീട്ടി വെച്ചു, ചിലത് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്ര സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവസ്ഥയിലായിരിക്കണമെന്നില്ല നിങ്ങളിപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലേ. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എക്സാം മാറ്റിവെച്ചാൽ എനിക്ക് അതുപോലെ പഴയ പോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നത് കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ലോജിക്കലായിട്ട് പലപ്പോഴും ടെൻഷൻ അടിക്കരുതെന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ. പക്ഷെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ് മീ ഇൻ എ പോസിറ്റീവ് സെൻസ് അല്ലേ. നമുക്കത് നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അത് തരിക. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടുതൽ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡ്, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉറപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വെറുതെ കൂടുതൽ എണ്ണം അങ്ങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനുള്ള കഴിവെല്ലാം നിങ്ങളെല്ലാവർക്കും ഉണ്ട്. വളരെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു ലോസ് ഓഫ് മോഷൻ ആസ് വെൽ ആസ് വർക്ക് എനർജി പവർ എന്ന് സെലക്ട് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A flexible chain of mass m hangs between two fixed points A and B at the same level. The inclination of the chain with the horizontal at the 2 points of support is theta. The tension at the midpoint of the chain. Okay, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. So here we have a heavy chain. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ, സാധാരണ ലോസ് ഓഫ് മോഷനിലൊക്കെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ മാസ്ലെസ് ഐഡിയൽ സ്ട്രിങ് എന്നൊക്കെയാണ് നമ്മൾ എടുക്കുക. ഇതങ്ങനെയല്ല, ഒരു മാസ് ഉള്ള സ്ട്രിങ് തന്നെയാണ്, മാസ് ഉള്ള ഒരു ചെയിൻ തന്നെയാണ്. Okay, it is a heavy chain and it is suspended like this between 2 points, so it will definitely sag at the middle, right? Middle ഭാഗത്ത് കുറച്ചൊന്ന് താഴേക്ക് വരും. And we have to find the tension at the midpoint of the chain. ആ ചെയിനിന്റെ മിഡ് പോയിന്റിലുള്ള ടെൻഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. We can say due to the weight of the chain there will be tension throughout the length of this chain. ഈ ചെയിനിന്റെ ലെങ്ത്തിൽ മുഴുവൻ നമുക്ക് എന്ത് പറയാം, ടെൻഷൻ ഉണ്ടാവും. ബട്ട് ദിസ് ടെൻഷൻ വിൽ നോട്ട് ബി യൂണിഫോം. സാധാരണ ഒരു ഐഡിയൽ സ്ട്രിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലായിടത്തും ഒരേ ടെൻഷൻ ആയിരിക്കും അല്ലെ. മാസ്ലെസ് എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ യൂണിഫോം ആയിരിക്കും. പക്ഷേ ഇതുപോലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹെവി ചെയിനിൽ ടെൻഷൻ എല്ലായിടത്തും സെയിം ആയിരിക്കണം എന്നില്ല. ടെൻഷൻ വിൽ ബി ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ദിസ് കേസ്. Okay, so to find the tension at the midpoint, what I'm going to do is I'm going to take the free body diagram. I'm going to draw the free body diagram of one half of this chain.
ഈ ചെയിനിന്റെ ഒരു ഹാഫിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ്. സോ ഒബ്വിയസ്ലി ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഒരു ഹാഫിന്റെ ഒരു വഴിക്ക് പോകല്ലേ, എന്നാൽ പിന്നെ മുഴുവനായിട്ട് അങ്ങ് വരച്ചൂടെ? കംപ്ലീറ്റ് സ്ട്രിങ്ങിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചൂടെ? ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് സ്ട്രിങ്ങിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചാൽ ഇവിടെയുള്ള ടെൻഷൻ എനിക്ക് ആ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇൻ എ ഫ്രീ ബോഡി ഡയഗ്രം വി റെപ്രസെന്റ് ഓൺലി ദി എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ദാറ്റ് വി ഹാവ് ചോസൺ. നമ്മൾ ഏത് ഭാഗമാണോ കൺസിഡർ ചെയ്യുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫുൾ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ടെൻഷൻ, മിഡ് പോയിന്റിലുള്ള ടെൻഷൻ ഇന്റേണൽ ഫോഴ്സ് ആണ്. ഫുൾ ചെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചെയിനിന്റെ ഒരു ഭാഗം ചെയിനിന്റെ മറ്റേ ഭാഗത്തിനെ പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുക, അല്ലേ? അപ്പോൾ ആ ടെൻഷൻ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പാർട്ട് മാത്രം വരയ്ക്കണം. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് 1/2 ഓഫ് ദിസ് ചെയിൻ. ഈ ചെയിനിന്റെ ഒരു ഹാഫ് മാത്രമായിട്ട് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് മാത്രം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഹൊറിസോണ്ടൽ ആണ്, അല്ലേ? ഹൊറിസോണ്ടൽ ആണ്. ഇതാണ് മിഡ് പോയിന്റ്. So this one is the midpoint. This point is B. ഒന്ന് ആലോചിച്ച് നോക്കാം, what are the forces acting on this half of the chain? ഇപ്പൊ ചെയിനിന്റെ ടോട്ടൽ മാസ് m ആണെങ്കിൽ അതിന്റെ പകുതി മാസ് ഇതിനുണ്ടാവും, അല്ലേ? ഇത് പകുതിയാണ്, 1/2 ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 1/2 ഓഫ് ദി ചെയിൻ ആണ്. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെങ്കിൽ half of the weight will act at this center of mass. We can say that 1/2 of the weight can be assumed to be acting at the center of mass of that 1/2, അല്ലേ? അപ്പോൾ പകുതി ഹാഫിന്റെ അല്ലെങ്കിൽ പകുതി ചെയിനിന്റെ വെയിറ്റ് ആണ് mg/2. ശരിയല്ലേ? കുഴപ്പമുണ്ടോ? പിന്നെ വേറെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അല്ലേ? ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. എന്തുകൊണ്ടാണ്? ഹൊറിസോണ്ടലി ടുവേർഡ്സ് ലെഫ്റ്റ്. എന്തുകൊണ്ടാണ്? ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദ ചെയിൻ ഇസ് ഹൊറിസോണ്ടൽ. ശരിയാണല്ലോ? എന്താണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ ചെയിനിന്റെ രണ്ട് ഹാഫ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഈ ഹാഫ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ഹാഫ് വലതുഭാഗത്തേക്ക് പിടിച്ച് വലിക്കും. അതുപോലെ വലതുഭാഗത്തുള്ള ഹാഫിനെ ഇടതുഭാഗത്തേക്കുള്ള ഹാഫ് ഇടതുഭാഗത്തേക്ക് പിടിച്ച് വലിക്കും, അല്ലെ? രണ്ടാൾക്കാർ ഇങ്ങനെ കൈകോർത്ത് പിടിച്ചേക്കാണ്. ഞാൻ അയാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, അയാൾ എന്നെ തിരിച്ചു പിടിച്ച് വലിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹാഫിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്. കുഴപ്പമുണ്ടോ? അപ്പോൾ ടെൻഷൻ ഇങ്ങോട്ടാണ്. അതുപോലെ ഞാനിപ്പോൾ റൈറ്റ് സൈഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആയിരുന്നു വരച്ചിരുന്നെങ്കിലോ, റൈറ്റ് ഹാഫിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആയിരുന്നു വരച്ചിരുന്നെങ്കിൽ, ഈ റൈറ്റ് ഹാഫിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിരുന്നെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ടുവേർഡ്സ് റൈറ്റ്. ഈ രണ്ട് ടെൻഷനും ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. ഈ പാർട്ടിനെ പാർട്ട് 1 എന്നും ഇതിനെ പാർട്ട് 2 എന്നും വിളിച്ചാൽ പാർട്ട് 1 പാർട്ട് 2 അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ ഇങ്ങോട്ട്, പാർട്ട് 2 പാർട്ട് 1 അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ അങ്ങോട്ട്. ദേ ആർ ആക്ഷൻ റിയാക്ഷൻ പെയർ, അല്ലേ? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. പിന്നെ ഈ സ്ട്രിങ്ങിൽ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ലെറ്റ്സ് റെപ്രസെന്റ് ഇറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. അത് നമുക്ക് T1 എന്ന് വിളിക്കാം, അല്ലെ? ഇവിടെ ഒരു തീറ്റ ആംഗിളിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ mg/2 ഇസ് ഇൻ y ഡയറക്ഷൻ, t ഇസ് ഇൻ x ഡയറക്ഷൻ. ശരിയല്ലേ? ഇത് y ഡയറക്ഷനിലാണ്, ഇത് x ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഈ T1 എന്ന് പറയുന്നത് y ഡയറക്ഷനിലോ x ഡയറക്ഷനിലോ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിസോൾവ് ചെയ്യാം. ലെറ്റ്സ് റിസോൾവ് ദിസ് T1 into 2 components, one along y direction and the other along x direction. So this component is T1 cos theta and this component it is T1 sin theta. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം, ദ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം, അല്ലേ? സിസ്റ്റം എന്ത് കണ്ടീഷനിലാണ്? ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എങ്കിൽ ദ ഫോഴ്സസ് അലോങ് y ഡയറക്ഷൻ ഷുഡ് ബാലൻസ് ഈച്ച് അതർ, ഫോഴ്സസ് അലോങ് x ഡയറക്ഷൻ ഷുഡ് ബാലൻസ് ഈച്ച് അതർ. ശരിയല്ലേ? ഇവിടെ x ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? T ആണ്. T ഒരെണ്ണം. y ഡയറക്ഷൻ അതുപോലെ x ഡയറക്ഷനിൽ വേറെ ആരാ? ഇങ്ങോട്ടേക്ക് T ഉണ്ട്, അങ്ങോട്ടേക്ക് T1 cos theta ഉണ്ട്. ശരിയല്ലേ? എനിക്ക് ആരെയാ വേണ്ടത്? എനിക്ക് T ആണ് വേണ്ടത്, T1 വേണ്ട. അതുപോലെ y ഡയറക്ഷനിൽ ആരൊക്കെ ഉണ്ട്? y ഡയറക്ഷനിൽ വി ഹാവ് താഴേക്ക് mg/2 ആൻഡ് അലോങ് ദി അപ്വേർഡ് ഡയറക്ഷൻ വി ഹാവ് T1 sin theta. ബോഡി അനങ്ങാതെ നിൽക്കണമെങ്കിൽ താഴേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ബാലൻസ്ഡ് ആവണ്ടേ? സോ എനിക്ക് പറയാം T1 is equal to mg/2 sin theta. T1 is equal to mg/2 sin theta. ഓക്കെ, അപ്പോൾ T1 കിട്ടി. നമുക്കിനി ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? T is equal to T1 cos theta.
അല്ലേ? ടി ഈസ് ഈക്വൽ ടു T1 cos theta. സോ വി ക്യാൻ സേ ടി ഈസ് ഈക്വൽ ടു T1 എന്താണ് mg/2 sin theta ഇൻറ്റു cos theta. ശരിയല്ലേ? സോ എനിക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്യാലോ. ടി ഈസ് ഈക്വൽ ടു mg/2 sin theta by cos theta എന്താണ്? ഇറ്റ് ഈസ് tan theta. സോ വാട്ട് വി ഹാവ് ഇസ് ടി ഈസ് ഈക്വൽ ടു mg/2 tan theta. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇഫ് യു ആർ ക്ലിയർ വിത്ത് ദി കോൺസെപ്റ്റ്സ് ഓർ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് മോർ ദാൻ ഫ്യൂ സെക്കൻഡ്സ് ടു സോൾവ് ദിസ്. ജസ്റ്റ് ആ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, റിസോൾവ് ചെയ്യുക, ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് യു ക്യാൻ സോൾവ് ഇറ്റ് മച്ച് ഫാസ്റ്റർ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് സോൾവിങ് ദിസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോർമുല കാണാതെ പഠിച്ചുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ല, അതല്ല ചെയ്യേണ്ടത്. ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, കുറേ ഫോർമുല പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കുറേ ഇക്വേഷൻ, കുറേ ഷോർട്ട് കട്ടൊക്കെ പഠിച്ച് വെക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് അവർ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു. മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ എത്ര ഫെമിലിയർ ആണോ അത്രയും സ്റ്റെപ്സ് നമുക്ക് കുറഞ്ഞു കിട്ടും, അല്ലേ? പുതിയ പുതിയ മെത്തേഡിലേക്ക് നമുക്ക് തന്നെ പോകാം. അല്ലാതെ കുറേ ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത്. പണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകുമായിരുന്നു. നൗ ദ കോമ്പറ്റീഷൻ ഇസ് സോ ടഫ്, ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് സോ അഡ്വാൻസ് ദാറ്റ് യുവർ കോൺസെപ്റ്റ്സ് ഹാവ് ടു ബി ക്ലിയർ. കുറേ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. അത് നമുക്കറിയാം, അല്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു, അടുത്തതിലേക്ക് വരാം. ഇതും ലോസ് ഓഫ് മോഷന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 smooth cylindrical bars of mass m each lie next to each other in contact. A similar third bar is placed over the 2 bars as shown in the figure. Neglecting friction, the minimum horizontal force on each lower bar necessary to keep them together. അപ്പോൾ ഇതിങ്ങനെ എന്തായാലും നമുക്കറിയാം, സ്മൂത്ത് ആയിട്ടുള്ള 3 സിലിണ്ടർ നമ്മളെടുത്ത് ഇങ്ങനെ വെച്ചാൽ അവരിങ്ങനെ ഇരിക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ഇയാൾ താഴേക്ക് വരും, ഇവർ 2 സൈഡിലേക്കും പോകും, അല്ലേ? അവരെങ്ങനെ 2 സൈഡിലേക്കും പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇവിടെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കാം. അറിയാന്നുള്ള കാര്യമാണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. 3 സിലിണ്ടർ എടുത്ത് നോക്കുക. സിലിണ്ടറിക്കലായിട്ടുള്ള എന്ത് സാധനം മതി, പൈപ്പോ പേനയോ എന്തായാലും മതി. അതിനെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുക. അതിൻ്റെ മുകളിൽ 3 സാധനം വെച്ച് നോക്കുക. എന്ത് ചെയ്യും? സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആണെങ്കിൽ, ഫ്രിക്ഷൻ സഫീഷ്യൻ്റ് അല്ല, ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ നടുക്കിരിക്കുന്ന സാധനം നേരെ താഴേക്ക് പോകും, 2 സൈഡിലിരിക്കുന്ന സാധനം നേരെ 2 സൈഡിലേക്കും പോകും. ശരിയല്ലേ? അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഫോഴ്സ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെയും ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ഇയാളെ എ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി. ഒരു വഴിക്ക് പോലെ പേര് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു മാസ് എടുത്ത് നോക്കാം. അല്ല, ഞാൻ ടോപ്പിലിരിക്കുന്ന എയുടെ കാര്യം ഒന്ന് നോക്കുകയാണ്. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാനൊന്ന് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു 3 സിലിണ്ടറിൻ്റെ സെൻറ്ററും കൂടെ ജോയിൻ ചെയ്താൽ, ഈ 3 സിലിണ്ടർ എ ബി സി അവരുടെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്താൽ എനിക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ശരിയല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ് എന്ന് മനസ്സിലാക്കുക. കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ആ ടോപ്പിലിരിക്കുന്ന സ്ഫിയറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ. ടോപ്പിലിരിക്കുന്ന ആളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇപ്പോൾ ടോപ്പിലിരിക്കുന്ന ആളുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിയാൽ ദിസ് ഇസ് എ. ഏതൊക്കെയാണ് ഫോഴ്സസ്? mg നേരെ താഴേക്ക് ആക്ട് ചെയ്യും. പിന്നെ വേറെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? mg ഉണ്ട്, പക്ഷേ താഴേക്ക് പോകാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആരാണ്? ഇവിടെ 2 ആൾക്കാരുണ്ടല്ലേ. ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്, ഇവിടെയും ഉണ്ട് ഒരാൾ. ശരിയാണല്ലോ? അപ്പോൾ ഇവർ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, നോർമൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ ബി വിൽ അപ്ലൈ എ ഫോഴ്സ് ഓൺ എ. സിമിലർലി സി വിൽ ഓൾസോ അപ്ലൈ എ ഫോഴ്സ് ഓൺ എ, അല്ലേ? അപ്പോൾ ബി ഇങ്ങനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് കോൾ ഇറ്റ് എൻ. അതിന് നമുക്ക് സ്നേഹത്തോടെ എൻ എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ നിന്നും ഒരു എൻ അപ്ലൈ ചെയ്യും. സിമെട്രി ഉപയോഗിച്ച് നമുക്ക് പറയാം 2 സൈഡിൽ നിന്നുള്ളത് ഈക്വൽ ഫോഴ്സസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആംഗിളിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദി ആംഗിൾ ദിസ് നോർമൽ മേക്സ് വിത്ത് ദി ഹൊറിസോണ്ടൽ വിൽ ബി 60 ഡിഗ്രി. നോർമലുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആയിരിക്കും ഈ നോർമൽ. അപ്പോൾ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാമല്ലോ. 2 കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതുപോലെ ഇവിടെയും റിസോൾവ് ചെയ്യാം. 60 60. ഓക്കെ, അപ്പോൾ റിസോൾവ് ചെയ്താൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് വരിക? പറഞ്ഞേ. n cos 60 ആണ് ഇവിടെ. cos 60 എത്രയാണ്? n/2. n sin 60 ആണ് ഇവിടെ വരിക. sin 60 എത്രയാണ്? √3/2. സോ √3 n/2. അതുപോലെ ഇവിടെയും √3 n/2 അപ്വേർഡ്സ് ആൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് n/2. You can see that n/2 gets cancelled, അല്ലേ? അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ
the total force acting on it should be 0. ശരിയല്ലേ? Total force acting on it should be 0 എന്ന് പറഞ്ഞാൽ both in x direction and y directions the forces should be balanced. That means in x direction we can see that the forces are already balanced, n by 2 towards right, n by 2 towards left. So that is balanced. Now we have to consider the forces along y direction. Y direction ഏതൊക്കെ ഫോഴ്സ് ആണ്? താഴേക്ക് mg ഉണ്ട്. ശരിയല്ലേ? താഴേക്കാരാ mg ഉണ്ട്, മുകളിലേക്കാരാണ് √3 n by 2. അപ്പോൾ താഴേക്ക് mg പിടിച്ച് വലിക്കുന്നു, തിരിച്ച് പിടിച്ച് തള്ളുന്ന ആരാ? ഈ √3 n by 2ഉം ഇവിടുത്തെ √3 n by 2 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ താഴേക്കുള്ള mgയെ ബാലൻസ് ചെയ്യുന്ന ആരൊക്കെയാണ്? മുകളിലേക്കുള്ള √3 n by 2ഉം √3 n by 2. സോ രണ്ടെണ്ണം ഉണ്ട്, into 2, 2 cancel ചെയ്യാം. We can say n is equal to mg by √3. ഇത് ഏത് നോർമൽ റിയാക്ഷൻ ആണ്? ഇറ്റ് ഇസ് ദി നോർമൽ റിയാക്ഷൻ ആക്ടിങ് ബിറ്റ്വീൻ ദി സ്ഫിയേഴ്സ് അല്ലേ? ഈ രണ്ട് സ്ഫിയേഴ്സ് തമ്മിലുള്ള നോർമൽ റിയാക്ഷൻ ആണ്. കുഴപ്പമില്ലല്ലോ. ഏതൊക്കെയാണ്? എയും ബിയും തമ്മിലുള്ളത്. നോ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ദിസ് ഇസ് ദി മിനിമം ഫോഴ്സ് അല്ലേ? അപ്പോൾ നമുക്കിനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ വരച്ചു, കിട്ടിയില്ല അല്ലേ? അപ്പോൾ എന്നും എം ജിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. നൗ ലെറ്റ്സ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി. ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി. ബി എവിടെയാന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ ക്വസ്റ്റനില്ല. ബി ഇത് എവിടെയാ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി, ദിസ് ഇസ് ബി. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എം ജി നേരെ താഴേക്ക്, ഓക്കെ, ദിസ് ഇസ് എഫ്. ഇവിടെ സി പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ബിക്കോസ് എഫ് ഇസ് ദി മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. എഫ് ഞാൻ ഒരു അല്പമെങ്കിലും കുറച്ചാൽ ഇത് ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ ഇവർ തമ്മിൽ കോൺടാക്ട് ഇല്ല എന്ന് തന്നെ പറയും. ഇവർ തമ്മിൽ, ടോപ്പിലുള്ള ആൾക്കാർ തമ്മിൽ കോൺടാക്ട് ഉണ്ട്. ഈ എൻ എന്താ? ഈ എന്നിനെ കണ്ട് പരിചയമുണ്ടോ? എൻ എന്താണ്? ബി എയുടെ മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലേ എൻ? അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ബി എയുടെ മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്നാണെങ്കിൽ എ ബിയുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും എന്നായിരിക്കും. സോ ദർ വിൽ ബി എ ഫോഴ്സ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് ഇതിന്റെ നേരെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഈ n by 2 വലതുഭാഗത്തേക്കാണെങ്കിൽ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ, ഈ √3 n by 2 മുകളിലേക്കാണെങ്കിൽ അതിന്റെ റിയാക്ഷൻ താഴേക്ക്. പിന്നെ ഒരാളൂടെ ഉണ്ട്, ആരാണ്? ഫ്ലോർ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. ഫ്ലോർ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ നമുക്ക് NF എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് എഫ് അല്ലേ? ദിസ് സിസ്റ്റം ഇസ് ദിസ് സിലിണ്ടർ ഇസ് ഓൾസോ ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. ഹൊറിസോണ്ടൽ ആരൊക്കെയാ? വലതുഭാഗത്തേക്ക് എഫ് ഉണ്ട്, ശരിയാണോ? ഇടതുഭാഗത്തേക്ക് ആരാ? n by 2 ഉണ്ട്. സോ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഇസ് ഈക്വൽ ടു n by 2. എന്നാലല്ലേ ഇത് അനങ്ങാതിരിക്കുള്ളൂ അല്ലേ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എം ജി, പിന്നെ താഴേക്ക് √3 n by 2, അതിനെ രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യുന്ന NF ആണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് എഴുതാത്തത്. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു n by 2. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? n ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ mg by √3 എന്ന്. സോ n is equal to mg by √3 divided by 2. So we can say f is equal to mg divided by 2√3. എന്താണ്? f is equal to mg divided by 2√3. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഇറ്റ് ഇസ് ഓപ്ഷൻ 4. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷേ ബേസിക്കലി നമ്മൾ ഈ നോർമൽ റിയാക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ, ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്ത ക്വസ്റ്റൻ ആണ്. അല്ലാതെ ഒരുപാട് ടഫ് ക്വസ്റ്റൻ ആണെന്നോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ ഒന്നും പറയുന്നില്ല. സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, പക്ഷേ ആ ബേസിക്കലി ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനും ഫോഴ്സസ് റിസോൾവ് ചെയ്ത് മനസ്സിലാക്കാനും ഒക്കെ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളൂ അല്ലേ? അപ്പോൾ ബേസിക്കലി ഏതൊരു എൻട്രൻസ്, ഇപ്പോൾ ഉള്ള ഏതൊരു എൻട്രൻസ് എക്സാം ആയാലും, ഇപ്പോൾ നീറ്റ് ആണെങ്കിലും JEE മെയിൻ ആണെങ്കിലും JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും, അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫണ്ടമെന്റൽസ് എത്ര സ്ട്രോങ് ആണെന്നാണ്. ഡിഫറെൻറ്റ് ലെവൽസിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഫണ്ടമെന്റൽസ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അതിപ്പോൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മോഷനിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പല ആൾക്കാർക്ക് സംശയം വരാറുണ്ട്. ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലംസ് എന്നുള്ള ഓമന പേരിലൊക്കെ വിളിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അങ്ങനെ പേരിട്ട് വിളിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളെ ഒരു പാവത്താനാണ്. നമ്മളൊന്ന് അവിടെയും ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽസ് ക്ലിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ട്രബിൾ യു. സോ എ ബ്ലോക്ക് A of mass 2 kg is placed over another block B of mass 4 kg which is placed over a smooth horizontal floor. The coefficient of friction between A and B is 0.4. When a horizontal force of magnitude 10 Newton is applied on A, the acceleration of A and B. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതായത് ഒരു സ്മൂത്ത് സർഫസിൽ ഒരു ബ്ലോക്ക് ഇരിക്കുന്നു, അതിൻ്റെ മുകളിൽ വേറൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിനകത്ത് ഒരു ബ്ലോക്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യുമോ അതോ അവർക്ക് വേറെ വേറെ ആക്സിലറേഷൻ ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പൊതുവേ ഉണ്ടാകാറുണ്ട്.
അത് നമ്മൾ എങ്ങനെയാണ് ആ സംശയങ്ങൾ മാറ്റുക നോക്കാം. This surface on which the blocks are placed, this is a smooth surface. ഇതൊരു സ്മൂത്ത് സർഫസ് ആണ്. This is B, this is A. 4 കിലോഗ്രാം ആണ് ഇതിന്റെ മാസ് 2 കിലോഗ്രാം. ഇവിടെ നമ്മൾ എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്? F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ചോദ്യം ഇവരുടെ രണ്ടുപേരുടെയും ആക്സിലറേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയില്ല വെദർ ദേ ആർ മൂവിങ് ടുഗദർ ഓർ നോട്ട്. അവർ ഒരുമിച്ചാണോ വേറെ വേറെയാണോ മൂവ് ചെയ്യുന്നതെന്ന് അറിയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് ദേ ആർ മൂവിങ് ടുഗദർ ദാറ്റ് മീൻസ് ദർ ഇസ് നോ റിലേറ്റീവ് സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ദം. Then the force between them is the force acting between them, it is static friction. എന്താണെന്നൂടെ പറയാം. അവർ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരേ ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇടയ്ക്ക് സ്ലിപ്പിംഗ് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നൗ ഇഫ് ദർ ഇസ് സ്ലൈഡിംഗ് ബിറ്റ്വീൻ ദം, അവർ വേറെ വേറെ ആക്സിലറേഷനിലാണ് പോകുന്നതെങ്കിൽ ദർ ഇസ് റിലേറ്റീവ് സ്ലൈഡിംഗ് ബിറ്റ്വീൻ ദം, ദെൻ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ടിംഗ് ബിറ്റ്വീൻ ദം ഇറ്റ് ഇസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 കിലോഗ്രാം കൂടെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. 2 കിലോഗ്രാമിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഈ 4 കിലോഗ്രാം എന്തിനാ കൂടെ പോകുന്നത്? മുകളിലുള്ളവനെ പിടിച്ച് വലിക്കുമ്പോൾ എന്തിനാ താഴെയുള്ളവൻ കൂടെ പോകുന്നത്? എന്തിനാ? താഴെയുള്ളവൻ കൂടെ പോകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണ്ടേ? വേണം. ആ താഴെയുള്ളവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സ് ഏതാ? ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്സിലറേഷൻ ഓഫ് 4 കിലോഗ്രാം ബ്ലോക്ക്? ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് നോക്കുക, ഇത് സ്മൂത്ത് ആണ്, അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഈ സർഫസ് റഫ് ആണ്, മ്യൂ 0.4 അല്ലെ? ഈ സർഫസ് റഫ് ആണ്, അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, മുകളിലത്തെ ആളെ വലിച്ചുകൊണ്ട് പോയാൽ ആ മുകളിലത്തെ ആൾ താഴത്തെ ആളുടെ മുകളിൽ ഒരു ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാം? കൂടെ പോകാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ മുകളിലത്തെ ആളെ വലിക്കുമ്പോൾ അയാൾ താഴത്തെ ആളെ പിടിച്ചു വലിക്കും. ഏത് വഴി? ഏത് ഫോഴ്സ് വഴി? ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി പിടിച്ചു വലിക്കും. അപ്പോൾ അയാൾക്കും കൂടെ പോകാം അല്ലേ? അപ്പോൾ ആ ഫോഴ്സ് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ മാക്സിമം ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ 2 കിലോഗ്രാം ബ്ലോക്ക് ഒന്ന് നോക്കുക. 2 കിലോഗ്രാം ബ്ലോക്കിൽ ആക്ട് ചെയ്യാവുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഇവിടെ നോക്കിയാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് വരാം. വെർട്ടിക്കൽ ഡയറക്ഷനിൽ താഴേക്ക് mg ഉണ്ട്, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് n is equal to mg എന്ന് പറഞ്ഞൂടെ? പറയാം. ഞാനിവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പറയാം mg എത്രയാണ്? ഇറ്റ് ഇസ് 20 ന്യൂട്ടൺ. ജിയുടെ വാല്യൂ 10 എന്ന് എടുത്താൽ ഇവിടെ നോർമൽ റിയാക്ഷൻ ഞാനിവിടെ n0 എന്ന് എടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോർമൽ റിയാക്ഷൻ എത്രയാണ്? ഈ 2 കിലോഗ്രാമിന് 4 കിലോഗ്രാമിന് ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ആ 2 കിലോഗ്രാമിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് 20 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ എഫ് മാക്സ് എത്രയാണെന്ന് പറഞ്ഞേ? എഫ് മാക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു n0. നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി സർഫസസ്. ശരിയല്ലേ? സോ മ്യൂ എത്രയാണ്? 0.4 ഇൻറ്റു 20. 0.4 ഇൻറ്റു 20 എത്രയാണ്? ഇറ്റ് ഇസ് 8 ന്യൂട്ടൺ. അതായത് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ 8 ന്യൂട്ടൺ ആണ് അല്ലെ? എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ 8 ന്യൂട്ടൺ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാ, ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്നത്, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷന്റെ പരമാവധി വാല്യൂ 8 ന്യൂട്ടൺ ആണ്. നമുക്കറിയാം എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ ആണ് ഈ 4 കിലോഗ്രാമിനെയും വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ? അപ്പൊ താഴെയുള്ള ബി മാത്രം ഞാനൊന്ന് വരച്ചാൽ ബിയെ വലിച്ചുകൊണ്ട് പോകുന്നത് ഫ്രിക്ഷൻ ആണ് അല്ലെ? അപ്പൊ ബിക്ക് കിട്ടാവുന്ന മാക്സിമം ആക്സിലറേഷൻ എപ്പോഴായിരിക്കും? ദ മാക്സിമം ആക്സിലറേഷൻ പ്രൊവൈഡഡ് that can be provided by friction എത്രയായിരിക്കും? So that is A max. Maximum acceleration that can be provided by friction is equal to F max divided by mass of B, that is 8 Newton divided by ഇതിന്റെ മാസ് എത്രയാണ്? 4 കിലോഗ്രാം, that is 2 meter per second square. അതായത് ശ്രദ്ധിക്കുക, ഇതിന്റെ ആക്സിലറേഷൻ 2 meter per second square ആണെന്ന് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കരുത്. അതല്ല, അതിലേക്ക് എത്തിയിട്ടില്ല. താഴത്തെ ബ്ലോക്ക് പോകാൻ കാരണം ഫ്രിക്ഷൻ ആണ് അല്ലെ? ആ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആണ്. ആ 8 ന്യൂട്ടൺ കൊണ്ട് കൊടുക്കാവുന്ന പരമാവധി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 8/4 2 meter per second square ആണ്. മനസ്സിലായോ? അതായത് ബ്ലോക്ക് ബിക്ക് ഒരിക്കലും 2 meter per second square കൂടുതൽ ആക്സിലറേഷൻ പോസിബിൾ അല്ല. കാരണം അതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ്.
ഓക്കെ, അതിൻ്റെ മാസ് 4 കിലോഗ്രാം ആണ്. അപ്പോൾ 8/4 അല്ലേ അതിന് കിട്ടാവുന്ന മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ബിയുടെ ആക്സിലറേഷൻ 2ലും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, 2ലും കൂടുതലായിട്ട് ബിയുടെ ആക്സിലറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഈ സിറ്റുവേഷനിലേക്ക് വരാം. ഈ സിറ്റുവേഷനിൽ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇവരുടെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല അവർ ഒരുമിച്ച് ഒരേ ആക്സിലറേഷനിലാണോ അതോ വേറെ ആക്സിലറേഷനാണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അസംഷൻ എടുക്കുകയാണ്. അസംഷൻ, assuming the blocks move together, assuming that A and B are moving together, എയും ബിയും ഒരുമിച്ച് മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ശ്രദ്ധിക്കുക, എ ബി അവരൊരുമിച്ച് ഒരേ ആക്സിലറേഷനിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ്? ഞാനിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ദാറ്റ് കോമൺ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞൂടെ? എന്ത് ഫോഴ്സ്? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ഇപ്പോൾ എവിടെ പോയി ഫ്രിക്ഷൻ? നിങ്ങൾ നേരത്തെ ഒരു ഫ്രിക്ഷന്റെ കാര്യമൊക്കെ കുറെ എന്തൊക്കെയോ തകർക്കുന്നുണ്ടല്ലോ, അയാൾ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്താ ചോദിക്കാൻ പാടില്ലാത്ത? എന്താ? ആ ഫ്രിക്ഷൻ അപ്പോൾ ഇന്റേണൽ ഫോഴ്സ് ആയി പോകും. എയും ബിയും കൂടെ ഒരുമിച്ച് ഒരൊറ്റ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. ആക്സിലറേഷൻ ഇസ് ദി ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് അല്ലെ? അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സിസ്റ്റം എത്രയാണ്? 6 കിലോഗ്രാം. രണ്ടുപേരുടെയും കൂടെ 4ഉം 2ഉം കൂടെ ചേർത്ത് 6 ആണ്. ഇപ്പോൾ 10/6 എന്ന് പറയുമ്പോൾ 5/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ 5/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 1.67 അല്ലേ വരുള്ളൂ? 1.67 വരുള്ളൂ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇസ് ലെസ് ദാൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഇസ് ലെസ് ദാൻ എ മാക്സ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ സ്റ്റാർട്ടിംഗ് മാക്സിമം വാല്യൂ എത്തിയിട്ടില്ല. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ആക്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ്. അവരൊരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ അസംഷൻ ശരിയാണ്. അസംഷൻ ഇസ് കറക്റ്റ്. സോ നമ്മുടെ കിട്ടിയ ഉത്തരം ശരിയാണ്. ആക്സിലറേഷൻ രണ്ടുപേരും ഒരേ ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഇസ് 5/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ബ്ലോക്സ് വിൽ മൂവ് ടുഗദർ വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 5/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ഫ്രിക്ഷൻ കാരണം സെക്കൻഡ് ബ്ലോക്ക് ബിക്ക് കിട്ടാവുന്ന മാക്സിമം ആക്സിലറേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്താൽ, അതായത് അവർ സ്ലൈഡ് ചെയ്യാതെ മൂവ് ചെയ്താൽ എത്രയായിരിക്കും ആക്സിലറേഷൻ എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നോക്കി ഈ ആക്സിലറേഷൻ നമുക്ക് നേരത്തെ കിട്ടിയ ആക്സിലറേഷനേക്കാളും കുറവാണോ? ആണ്. ഒരിക്കലും ഇതിൽ കൂടുതൽ പോകാൻ പാടില്ല. അതിലും കൂടുതൽ പോയാലോ? സപ്പോസ് ഞാനിത് ചെയ്തു വന്നപ്പോൾ എനിക്കിപ്പോൾ ഇതിന് പകരം ഈ 10/6 വരും 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ അസംഷൻ തെറ്റാണ്. കാരണം ഒരിക്കലും ആ താഴത്തെ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ 2ലും മുകളിൽ പോകില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ അസംഷൻ തെറ്റാണ്. അവർ ഒരുമിച്ചല്ല മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ സ്ലൈഡിംഗ് ഉണ്ട്. ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അവിടെ ആണെങ്കിൽ A1ഉം A2ഉം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇത് വർക്ക് എനർജി പവറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സിസ്റ്റം ഓഫ് വെഡ്ജ് ആൻഡ് ബ്ലോക്ക് as shown in the figure is released with the spring in its natural length. All the surfaces are frictionless. Maximum elongation in the spring will be. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതിനകത്തുള്ള കോൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. There is an inclined plane like this of inclination theta. There is a spring that is in its natural length. Spring is in its natural length. So it is not elongated. Now we have released it from rest. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? റിലീസ് ചെയ്യാണ്. ഇറ്റ് ഇസ് റിലീസ് വിത്ത് ദ സ്പ്രിംഗ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത്. എല്ലാ സർഫസും ഫ്രിക്ഷൻലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ദിസ് ബ്ലോക്ക് വിൽ സ്ലൈഡ് ഡൗൺവേർഡ്സ്. ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? താഴേക്ക് സ്ലൈഡ് ചെയ്യും. സോ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ മാക്സിമം ഇലോങ്ങേഷൻ ഓഫ് ദിസ് ബ്ലോക്ക് ഇസ് L. Let's assume that it is L. Okay. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മാക്സിമം ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ the spring is elongating till this point. After that it is coming back and it will undergo oscillation. അല്ലേ? അത് ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മാക്സിമം ഇലോങ്ങേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഓസിലേഷൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം L is equal to 2 times the amplitude എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓസിലേഷൻ്റെ പ്രിൻസിപ്പിൾ പറയാതെ ജസ്റ്റ് വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ L ആണ് അതിൻ്റെ ഇലോങ്ങേഷൻ എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടുത്തെ കൈനറ്റിക് എനർജി 0 ആണ്, ഇവിടത്തെയും കൈനറ്റിക് എനർജി 0. അല്ലേ? കാരണം ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തിയിട്ട് ഇനി അത് തിരിച്ചു വരാൻ പോവുകയാണ്. ശരിയല്ലേ? അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പോകും. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി 0. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ല. ഈ രണ്ട് സർഫസ് തമ്മിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ല. ഇവിടെ രണ്ട് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. ആരൊക്കെയാണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് ആൾക്കാർ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയാം. ആരൊക്കെയാണ്? സ്പ്രിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പറയുക, വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്? വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് half kL², because we know that work done by conservative force is negative of change in potential energy. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി half kL² കൂടി, അല്ലെ? പൊട്ടൻഷ്യൽ എനർജി എത്ര കൂടി? half kL² കൂടി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് നെഗറ്റീവ് ഓഫ് ദാറ്റ്, മൈനസ് half kL². വാട്ട് ഇസ് ദി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എളുപ്പമാണ്, ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റ് ബോഡി താഴേക്ക് വരികയാണ്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്ന് L sin θ വെർട്ടിക്കൽ കോമ്പണന്റ്, ഇത് L cos θ. ഓക്കെ, ഇന്ന് നമുക്ക് H എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് L sin θ അല്ലേ? ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് H ആയതുകൊണ്ട് സിംപ്ലി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് mg ഇൻടു L sin θ. ഓക്കെ, ഇനി നമുക്ക് വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം എന്താ പറയുന്നത്? നെറ്റ് വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഓൺ എ ബോഡി ഇസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആരൊക്കെയാണ്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി മൈനസ് half kL² പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്, ദാറ്റ് ഇസ് മൈനസ് half kL². വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി mg L sin θ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാണത്? 0. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ബിക്കോസ് ഹിയർ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ഹിയർ ഓൾസോ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഇടയ്ക്ക് കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്, പിന്നെയും കുറയുന്നുണ്ട്. ചേഞ്ച് എന്ന് പറയുമ്പോൾ വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫൈനൽ ആൻഡ് ഇനിഷ്യൽ വാല്യൂസ്. സോ റീഅറേഞ്ച് ചെയ്യാം അല്ലേ? റീഅറേഞ്ച് ചെയ്താൽ എന്താ കിട്ടുക? സോ half kL² is equal to mg L sin θ. ഓക്കെ, ഒരു L ക്യാൻസൽ ആവും അല്ലേ? ക്യാൻസൽ ആയാലും നമുക്ക് L is equal to 2mg sin θ ഡിവൈഡഡ് ബൈ k എന്ന് കിട്ടും. ഓക്കെ, 2mg sin θ ഡിവൈഡഡ് ബൈ k. ഇത് ഓസിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ mg sin θ ബൈ k ആണ്. ഓക്കെ, അതിൻ്റെ ഡബിൾ ആണിത്. അത് നിങ്ങൾ ഓസിലേഷൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് സിമ്പിൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. അപ്പോൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ അവിടെ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണാം. ഓക്കെ, നല്ലതാണ്, വളരെ നല്ലത്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ്? A bob suspended on a string is deflected from the equilibrium position by an angle 60 degree and is then released. Find the ratio of tensions of the string for the equilibrium position and the maximum deviation of the bob. എന്താണ്? ഞാനൊരു ബോബ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടു ത്രൂ എ സ്ട്രിങ്. അതിൻ്റെ ലെങ്ത് ഞാൻ ഇല്ലെന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ ഞാൻ വലിച്ചിട്ട് ഡിഫ്ലക്റ്റഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, ബൈ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഞാൻ ഡിഫ്ലക്ട് ചെയ്തു. So I am deflecting this by an angle of 60 degree and then I am releasing it, right? Find the ratio of tensions of the string for the equilibrium position and the maximum deviation of the bob. അപ്പോൾ ഇവിടെ രണ്ട് ടെൻഷൻ തമ്മിലുള്ള റേഷ്യോ ആണ്. ഇവിടെയുള്ള ടെൻഷൻ എത്രയാണ്? ദാറ്റ് ഈസ് T1. അതിൻ്റെയും ഇവിടെ എത്തുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ളപ്പോഴുള്ള ടെൻഷൻ T2 ആണെങ്കിൽ what we need is we have to find the ratio of tension for the equilibrium position and for the maximum deviation of the bob. അപ്പോൾ what we need is T2 by T1. T2 by T1 എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. നോക്കാം. അപ്പോൾ പറയുക, ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്.
ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി VF. ആദ്യം നമുക്ക് ആ VFും VIയും തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇഫ് ദിസ് ഇസ് L, ഇത് L ആണെങ്കിൽ ഇത് എത്രയാണ്? ദിസ് ഇസ് L cos 60. L cos 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് L/2 അല്ലേ? ഇത്രയും L/2 ആണെങ്കിൽ ദിസ് ഇസ് ഓൾസോ L/2. ശരിയാണോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ബോഡി ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിക്രീസിങ്, കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഇസ് ദ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി? ഹാഫ് m VF സ്ക്വയർ. ഓക്കെ, VFനെ നമ്മൾ V എന്ന് എടുത്താൽ മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് m ഇൻറ്റു VI സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എത്ര കുറഞ്ഞു? L/2 ആണ് അതിന്റെ ഹൈറ്റ് താഴേക്ക് വന്നത്. സോ mg ഇൻറ്റു L/2. ദിസ് ഇസ് ദ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അത്രയും കൈനറ്റിക് എനർജി ആയിട്ട് മാറി. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഹാഫ് m VF സ്ക്വയർ എത്രയാണ്? ഹാഫ് m V സ്ക്വയർ is equal to mg into L/2. So we can say m cancel ചെയ്താൽ V is equal to root of 2g into L/2. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. ഈ ഡിസ്റ്റൻസിന് നമ്മൾ h എന്ന് എടുത്താൽ റൂട്ട് ഓഫ് 2gh എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ നല്ലത്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അറിയില്ല എങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ് ഇസ് GL, റൂട്ട് ഓഫ് GL. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ ടെൻഷൻ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ വർക്ക് എനർജി പവറിന്റെ ജോലി കഴിഞ്ഞു. ഇനി വീണ്ടും ലോസ് ഓഫ് മോഷനിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം T1 കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. ഈ ഒരു പൊസിഷനിലുള്ള ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. ഏതൊക്കെയാണ്? ടെൻഷൻ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് T1, ഇങ്ങോട്ടേക്ക് mg ഉണ്ട്. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ mgയെ നമുക്ക് രണ്ട് കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് ടാൻജൻഷ്യൽ ഡയറക്ഷനും ഒന്ന് റേഡിയൽ ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ ഇതാണ് റേഡിയൽ ഡയറക്ഷൻ, ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ബോഡിയുടെ വെലോസിറ്റി 0 ആണ്. ഈ ആംഗിൾ തീറ്റയാണ് അല്ലേ? 60 ഡിഗ്രി ആണ്. സോ ദിസ് ഇസ് mg cos 60 and this one is mg sin 60. ഓക്കെ, ബോഡിയുടെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ there is no centripetal acceleration അല്ലേ? ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 ആണെന്ന് പറയുമ്പോൾ അതിന് എന്തില്ല? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല അല്ലേ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റേഡിയൽ ആയിട്ട് T1 ഉം mg cos 60 ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ T1 is equal to mg cos 60. mg cos 60 എന്ന് പറഞ്ഞാൽ mg/2. ഓക്കെ, ഇത് ഏത് കേസാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലുള്ള കേസാണ്. അവിടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഇല്ല എങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി 0. അപ്പോൾ ഐ ക്യാൻ സേ T1 is equal to mg/2. അത് കിട്ടി. ഇനി ഇവിടെയുള്ള ഫ്രീ ബോഡി ഡയഗ്രം വരച്ചാൽ T1 നേരെ മുകളിൽ, mg നേരെ താഴെ. ഇതിനൊരു വെലോസിറ്റി ഉണ്ട്, V എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഇസ് ടുവേർഡ്സ് ദി സെന്റർ. സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെന്ററിലേക്കുള്ള ഫോഴ്സ് T1 ഉം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് mg ആണെങ്കിൽ ടോട്ടൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് T1 മൈനസ് mg. ശരിയല്ലേ? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ടുവേർഡ്സ് ദ സെന്റർ. ദാറ്റ് ഇസ് T1 മൈനസ് mg. ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സോ T1 ഇസ് ഈക്വൽ ടു, നമ്മൾ T1 അല്ല T2 ആണല്ലേ? ചെറിയൊരു കറക്ഷൻ, ഇത് T2 ആണല്ലേ? T2 മാർക്ക് ചെയ്തു. സോ T2 എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. T2 is equal to mg plus m into centripetal acceleration. Centripetal acceleration ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. v square by radius, v square by l. സോ നമുക്ക് എന്ത് കിട്ടി? T2 is equal to mg പ്ലസ് m by l into v സ്ക്വയർ. v ഇവിടെ കണ്ടുപിടിച്ച് റൂട്ട് ഓഫ് GL ആണ് അല്ലേ? സ്ക്വയർ ചെയ്താൽ GL എന്ന് കിട്ടും. l ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഇസ് 2mg. ഓക്കെ, അപ്പോൾ T2 കിട്ടി 2mg, T1 കിട്ടി mg/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് T2 by T1? വാട്ട് വി നീഡ് ഇസ് T2 by T1. സോ T2 by T1 is equal to 2mg divided by mg/2. that is 4:1 or simply 4. ഓക്കെ, മനസ്സിലായല്ലോ? അവിടെ വർക്ക് എനർജി പവറിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഡയറക്റ്റ് റൂട്ട് ഓഫ് 2gh എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ മാത്രം
ഗ്രാവിറ്റി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ താഴേക്ക് വരികയാണ്, എച്ച് ഡിസ്റ്റൻസ് താഴേക്ക് വരികയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി, അത് അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി √2gh ആണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ രണ്ട് ടെൻഷനും കിട്ടി. ഇവിടെ വെലോസിറ്റി ഇല്ല, അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല. ഇവിടെ വെലോസിറ്റി ഉണ്ട്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഓപ്ഷൻ ഏതാണ്? 4:1 ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Question number 6. A stone tied to a string of length 2 meters is whirled in a vertical circle with the other end of the string at the center at certain instant of time. The stone is at the lowest position and has a speed of 10 meters per second. Magnitude of the change in its velocity at reaches a position where the string is horizontal. അതായത് ഒരു കല്ലിൽ നമ്മൾ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കറക്കുകയാണ്. അപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ പ്രോബ്ലമാണിത്. ഇവിടെ കല്ലിൽ കയറ് കെട്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി v1 എന്നെടുക്കാം. അത് കഴിഞ്ഞ് സ്ട്രിങ് കുറച്ച് കഴിയുമ്പോൾ ഹൊറിസോണ്ടൽ ആകുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇത് എങ്ങനെയാവും? ദാറ്റ് ഇസ് v2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഇവിടെ v2 കണ്ടുപിടിക്കണം. v1 തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അപ്പോൾ v2 കണ്ടുപിടിച്ച് നോക്കാം അല്ലേ, കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് v2 കണ്ടുപിടിക്കണമല്ലോ. എന്ത് ചെയ്യാം? വീണ്ടും പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എങ്ങനെ ചെയ്യാം? ഇവിടുത്തെ കൈനറ്റിക് എനർജി ½ ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുക്കുക. ഈ ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുക്കുക. ദിസ് ഇസ് റേഡിയസ്. ഓക്കെ, ഈ ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുക്കുക. ഇസ് ഈക്വൽ ടു ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ½mv². പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mg × r. ശ്രദ്ധിക്കണം, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യണമെങ്കിൽ ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സസ് ഷുഡ് ഡു വർക്ക് ചെയ്യുന്നത് കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമായിരിക്കണം. വേറെ ഫോഴ്സസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അവിടെ വേറെ ഫോഴ്സ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ വേറെ ഫോഴ്സ് ഉണ്ടല്ലോ, ആരാണ്? ടെൻഷൻ. പക്ഷെ ടെൻഷൻ വർക്ക് ചെയ്യില്ല. എന്താ ടെൻഷൻ വർക്ക് ചെയ്യാത്തെ? എന്താ ടെൻഷൻ വർക്ക് ചെയ്താൽ? ബിക്കോസ് ദ ടെൻഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി അറ്റ് ഓൾ ഇൻസ്റ്റൻസ് ഓഫ് ടൈം. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ റേഡിയൽ ഫോഴ്സസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം റേഡിയൽ ഫോഴ്സസ് ദേ ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആണ് ഇവിടുത്തെ ടെൻഷനോട്. ടെൻഷൻ വർക്ക് ചെയ്യില്ല. ഇവിടെ ആകെ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യാം. അപ്പോൾ എം ഒക്കെ ക്യാൻസൽ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വാട്ട് വി ഗെറ്റ് ഇസ് v2² is equal to v1² - 2gr എന്ന് കിട്ടും. എം ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ഈ gr ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങനെ കിട്ടും. v2² is equal to v1² - 2gr. സോ v2² is equal to v1² എത്രയാണ്? 10² 100 - 20 × r എത്രയാണ്? r is 2 അല്ലേ? സോ ഇറ്റ് ഈസ് 60. അപ്പോൾ v2² 60 ആണ്. അപ്പോൾ v2 is equal to √60. അപ്പോൾ ആൻസർ √60 - 10 ആണോ? അല്ല, അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ചേഞ്ച് ഇൻ സ്പീഡ് അല്ല ചോദിക്കുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഈസ് എ വെക്ടർ അല്ലെ? അതായത് അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് 10i ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. ആൻഡ് ഫൈനൽ വെലോസിറ്റി വെക്ടർ ഇറ്റ് ഇസ് √60j വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. സ്ട്രിങ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ വെലോസിറ്റി വെർട്ടിക്കൽ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ വി ക്യാൻ സേ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി വെക്ടർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ, ദാറ്റ് ഇസ് √60j മൈനസ് 10i. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. വി നീഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അല്ലാതെ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റിയും ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെക്ടറിന്റെ ചേഞ്ച് എടുത്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ചേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്പീഡിന്റെ ഡിഫറൻസ് ആണ്. രണ്ടും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. സോ ΔV അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? √60j മൈനസ് 10i. മാഗ്നിറ്റ്യൂഡ് എന്താണ്? √60² പ്ലസ് 10² അല്ലേ? ദാറ്റ് ഇസ് √160 എന്ന് കിട്ടും മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ വർക്ക് എനർജി പവറിന്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. അതിനുശേഷം വെക്ടേഴ്സിന്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തു അല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് വളരെ നല്ലതാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ. അല്ലെങ്കിൽ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ അതിന് മുമ്പ് പഠിച്ച കാര്യങ്ങളും പിന്നീട് പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എപ്പോഴും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനൽ സെറ്റ് ഓഫ് റിവിഷൻസിൽ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ചെയ്യുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി സോൾവ് ദാറ്റ് ക്വസ്റ്റൻ. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ വൺ. ഓക്കെ, ഇവിടെയും എ ബോൾ ഓഫ് മാസ് 1 kilogram is at rest in position P by means of 2 light strings OP and RP. The string RP is now cut and the ball swings to position Q.
If theta is equal to 45 degree, find the tensions in the strings in positions OP when RP was not cut and OQ when RP was cut. Okay. ഇതെന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ കേസ് 1. അതിൽ ഒരു സ്ട്രിങ് വഴി നമ്മളൊരു ബോബിനെ ഇങ്ങനെ തൂക്കിയിട്ടു, എന്നിട്ട് അത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ട്രിങ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ 1. ഈ ആംഗിൾ 45 ഡിഗ്രി, അല്ലെങ്കിൽ ജസ്റ്റ് തീറ്റ എന്ന് എടുക്കാം. തീറ്റ 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഇല്ലേ, ഈ ടെൻഷൻ, അതായത് ഈ സ്ട്രിങ് ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് മേ ബി T1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്നത് അത് പിക്ചറിൽ ഇല്ലാത്ത ടെൻഷനാണ്. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അതിന് T0 എന്ന് എടുക്കാം. വേറെ ഒരു ഫോഴ്സ് കൂടെ ഉണ്ടല്ലോ, ആരാ, mg എന്ന് പറയുന്നൊരു ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും പിയിലിരിക്കുമ്പോൾ. ഓക്കെ, കേസ് 1 when the block is at P. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് വരച്ചേക്കാം. ഏതൊക്കെയാണ് ഫോഴ്സസ്? ഇങ്ങോട്ടേക്ക് T0 ഉണ്ട്, താഴേക്ക് mg ഉണ്ട്, ആൻഡ് ദർ ഇസ് T1 ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ T1 തന്നെ ഈ ആംഗിൾ തീറ്റ ആയിരിക്കുമല്ലോ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ദിസ് ഇസ് ഗോയിങ് ടു ബി തീറ്റ. അപ്പോൾ ആ T1 നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ദിസ് ഇസ് T1 കോസ് തീറ്റ, ദിസ് ഇസ് T1 സൈൻ തീറ്റ. T1 കോസ് തീറ്റയും T1 സൈൻ തീറ്റയും. ഇപ്പോൾ തന്നെ നമുക്ക് പറയാം T1 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു താഴേക്കുള്ള mg എന്ന് പറയാം. കാരണം ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ മുകളിലേക്കുള്ള T1 കോസ് തീറ്റയും താഴേക്കുള്ള mg ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ T1 ഇസ് ഈക്വൽ ടു mg ബൈ കോസ് തീറ്റ. mg ബൈ കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? T1 ഇസ് ഈക്വൽ ടു mg 10 ന്യൂട്ടൺ ആണ്, ഡിവൈഡഡ് ബൈ കോസ് 45 1/√2, ദാറ്റ് ഇസ് 10√2. കാരണം മാസ് 1 കിലോഗ്രാം ആണ്, അപ്പോൾ വെയിറ്റ് 10 ന്യൂട്ടൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. സിമ്പിൾ അല്ലേ? T0ന്റെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ പുറകെ നമ്മൾ പോകാറില്ല. ഓക്കെ, T0ന്റെ ആവശ്യം നമുക്കില്ല. ഇനി കേസ് 2 എന്താണ്? ഈ സ്ട്രിങ് നമ്മൾ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ മുറിച്ചു മാറ്റിയാൽ എന്ത് പറ്റും? ഇതിങ്ങനെ ആടി ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തേക്ക് വരുമ്പോഴുള്ള ടെൻഷനാണ് പറയുന്നത്. അതാണ് കേസ് 2. ഇപ്പോൾ കേസ് 2 ഇൻ കേസ് 2 സ്ട്രിങ് ഇവിടെയാണ്. 45 ഡിഗ്രി ലെഫ്റ്റ് നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യം 45 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഇത് റെസ്റ്റിലാണ് കേട്ടോ. 45 ഡിഗ്രി ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. തീറ്റ ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. ഇവിടെയുള്ള ടെൻഷനെ നമുക്ക് സ്നേഹത്തോടെ T2 എന്ന് വിളിക്കാം. ദിസ് ഇസ് T2. ദിസ് ഇസ് T2. വേറെ ഏത് ഫോഴ്സ് ഉണ്ട്? mg. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇക്വിലിബ്രിയത്തിലാണോ? അല്ല, ഇക്വിലിബ്രിയത്തിലല്ല. പക്ഷേ നമുക്കിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരച്ചാൽ ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഇതെന്താണ്? റേഡിയൽ ഡയറക്ഷൻ. അപ്പോൾ റിസോൾവ് ചെയ്യാൻ എളുപ്പം. ഇങ്ങനെയുള്ള കേസിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളെ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് തീറ്റ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ദിസ് ഇസ് mg കോസ് തീറ്റ, ഇയാളാരാ? mg സൈൻ തീറ്റ. ശ്രദ്ധിക്കുക, ബോഡി റെസ്റ്റിലല്ലേ, അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എത്രയാ? 0. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്, അത് വേണ്ട, നമുക്ക് വേണ്ട. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ 0 ആണല്ലോ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആ റേഡിയൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും. T2 is equal to mg cos theta. ഓക്കെ, ബോഡി സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവുകയാണ്, തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. സോ T2 is equal to mg എത്രയാണ്? 10 ന്യൂട്ടൺ കോസ് തീറ്റ 1/√2 5√2. അപ്പോൾ തുടക്കത്തിൽ 10√2 ആയിരുന്നു ടെൻഷൻ, ഇപ്പോൾ എത്രയാണ്? ഇറ്റ് ഇസ് 5√2. അപ്പോൾ രണ്ട് ആൻസർ 10√2 ആൻഡ് 5√2. ഓപ്ഷൻ 3. കുഴപ്പമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പലപ്പോഴും ഈ പല ക്വസ്റ്റ്യനും ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഇരുന്ന് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പലപ്പോഴായിട്ട് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Two trolleys A and B are moving with accelerations A and 2A in opposite directions as shown in the figure. The pseudo force acting on block of mass M on trolley B with respect to an observer on trolley A will be. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ചെയ്യാൻ. അറിയാമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് പോവാം. നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് തെറ്റാണെങ്കിൽ ഉടനെ തെറ്റ് മാർക്ക് ചെയ്തിട്ട് അടുത്തേക്ക് പോകും. എന്തായാലും സമയം കൂടുതൽ എടുക്കാൻ പോകുന്നില്ല. ഓക്കെ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് പോകാം.
അപ്പോൾ ഇവിടെ രണ്ട് ഒബ്സർവറെ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സിന് പറയുന്നുണ്ട്. ഒരു ട്രോളി എ ആക്സിലറേഷനിൽ വലതു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു, അടുത്തതിൽ ഇടത് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ചോദ്യം, നമ്മുടെ ബ്ലോക്ക് എ അല്ലെങ്കിൽ ട്രോളി എയിലുള്ള ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ഓഫ് മാസ് എം ട്രോളി ബിയിലുള്ള ബി എന്ന് പറയുന്ന ട്രോളിയിൽ ഒരാളിരിപ്പുണ്ട്. അയാളുടെ മുഖത്ത് ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് എത്രയാണെന്ന് അറിയണം. സോ വി ഹാവ് ടു ഫൈൻഡ് ദി സ്യൂഡോ ഫോഴ്സ് ആക്ടിംഗ് ഓൺ the block of mass m on trolley B, which is accelerating towards left with respect to an observer on trolley A who is accelerating towards right. വലതു ഭാഗത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന ആളാണ് ഒബ്സർവർ. ഓക്കെ, അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആക്സിലറേഷൻ ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ ബ്ലോക്ക് എമ്മിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ട്രോളിയുടെ അല്ലെങ്കിൽ ഈ എമ്മിന്റെ ആക്സിലറേഷൻ ട്രോളിയുടെ ആക്സിലറേഷൻ തന്നെയാണ് ടുവേർഡ്സ് ലെഫ്റ്റ്. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് സ്യൂഡോ ഫോഴ്സ്? We can say F pseudo is equal to pseudo force is equal to mass of the body on which the pseudo force is acting. ഏത് ബോഡിയിലാണോ സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോഡിയുടെ മാസ് ഇൻടു നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം ഓഫ് റെഫറൻസ്. Mass of the body into negative of acceleration of the frame of reference. This is pseudo force. ശ്രദ്ധിക്കുക, ഇവിടെ ബോഡിയുടെ ആക്സിലറേഷൻ വരുന്നില്ല. In the expression for pseudo force there is, or the acceleration of the body is not there. Okay, we can say the pseudo force acting on a body, it doesn't depend on the acceleration of the body. Actual acceleration of the body doesn't matter. ആ ബോഡിയുടെ ഒറിജിനൽ ആക്സിലറേഷൻ നമുക്ക് അറിയണ്ട, അയാൾ എന്തോ ചെയ്യട്ടെ. സ്യൂഡോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അയാളുടെ ആക്സിലറേഷൻ എത്രയാണ് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ ആരുടെ ആക്സിലറേഷൻ ആണ് വേണ്ടത്? ഫ്രെയിമിന്റെ ആക്സിലറേഷൻ. ആരാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഹൂ ഇസ് ഒബ്സർവിംഗ് ദ മോഷൻ? ഹൂ ഇസ് ദി ഫ്രെയിം ഓഫ് റെഫറൻസ്? അയാളുടെ ആക്സിലറേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. സോ സ്യൂഡോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ബോഡി ഇൻടു നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ സ്യൂഡോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് സ്യൂഡോ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ് എങ്കിൽ മാസ് ഓഫ് ദ ബോഡി എത്രയാണ്? മാസ് ഓഫ് ദ ബോഡി ഇതിൽ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് ആണ്, ഇറ്റ് ഇസ് എം ഇൻടു ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം. ഇവിടെ ഫ്രെയിം ആരാ? വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ട്രോളി എ. ഇയാളാണ് ഒബ്സർവർ ഓർ we can say the frame of reference is attached to this person, attached to trolley A. Trolley A യിലാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആക്സിലറേഷൻ ഇറ്റ് ഇസ് എ. ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്. ടുവേർഡ്സ് ലെഫ്റ്റ് എത്രയാണ്? എം എ ടുവേർഡ്സ് ലെഫ്റ്റ്, ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ബിക്കോസ് ഫ്രെയിം ഇസ് ആക്സിലറേറ്റിംഗ് ടുവേർഡ്സ് റൈറ്റ്, സോ ദ സ്യൂഡോ ഫോഴ്സ് വിൽ ആക്സിലറേറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇനി പറയുന്ന ആലോചിച്ച് നോക്കുക, ആൻസർ എത്രയേ ഉള്ളൂ. ഇനി എന്താണ് സ്യൂഡോ ഫോഴ്സ്? സ്യൂഡോ ഫോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കിയാൽ, ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ അതിനില്ലാത്ത ഒരു ഫോഴ്സ്, അതിനകത്ത് ആക്ട് ചെയ്യാത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയാം. ശരിയല്ലേ? ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചുറ്റുമുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴത്തേക്ക് ഫോഴ്സസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ളതായിട്ട് തോന്നും. എന്നാൽ ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആപ്ലിക്കബിൾ ആണെന്ന് തോന്നില്ല. ഉദാഹരണത്തിന് ഞാനൊരു കാറിൽ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു കാറിൽ ഞാൻ ഇങ്ങനെ ഒരു ആക്സിലറേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ മരം പുറകിലേക്ക് എ ആക്സിലറേഷനിൽ പോവുകയാണ്. അല്ലെങ്കിൽ മരം പോട്ടെ, മരത്തിൻ്റെ കാര്യം വിട്ടേക്ക്, ഒരു ബോൾ ഇവിടെ അനങ്ങാതെ കിടക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ നോക്കുമ്പോൾ ഈ ബോൾ അതേ ആക്സിലറേഷനിലേക്ക് പുറകിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കാറിൽ ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ബോൾ എ ആക്സിലറേഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പണ്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കറിയാം എന്താണ് ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ, മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ബോഡി ലെഫ്റ്റിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് വിചാരിക്കും അവിടെ അവിടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ കറക്റ്റ് ആവണമെങ്കിൽ അവിടെ എം എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് ആക്ട് ചെയ്താലല്ലേ അത് പോവുള്ളൂ. അപ്പോൾ അവിടെ ഇല്ലാത്തൊരു ഫോഴ്സ്, ശരിക്കും അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല, ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, ഇല്ലാത്തൊരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഈ ഒരു അഡീഷണൽ ഫോഴ്സും കൂടി ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്താലേ പറ്റുള്ളൂ. എന്നാലേ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് സ്യൂഡോ ഫോഴ്സിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ദി ആക്സിലറേഷൻ ഓഫ് ദ ബോഡി,
ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ആൻഡ് മാസ് ഓഫ് ദ ബോഡി. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രെയിം എങ്ങോട്ടാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ വരുന്നത്. ഫ്രെയിം എങ്ങോട്ടാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്യൂഡോ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരുന്നത്. ഫ്രെയിം എങ്ങോട്ടാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് മാസ് ഓഫ് ദ ബോഡി ഇൻടു ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം. അപ്പോൾ നമ്മൾ സ്യൂഡോ ഫോഴ്സിന്റെ ഒരു ക്വസ്റ്റൻ കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ക്വസ്റ്റൻ ആണെന്ന് ചെയ്തത്. ലോസ് ഓഫ് മോഷനിലെയും വർക്ക് എനർജി പവറിലെയും അത്യാവശ്യം കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നതും, എന്നാൽ നമ്മൾ ജനറലി ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആകാറുള്ള ടൈപ്പ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള കോൺസെപ്റ്റ്സ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ, ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ല, മറന്നുപോയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വഴി ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനിയും ഈ ഒരു സീരീസിൽ ഇനിയും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് ഓഫ് പ്രിപ്പറേഷനിലാണ്. ഓക്കെ, ഈ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ചെയ്ത 8 ക്വസ്റ്റ്യൻസും നിങ്ങൾ കൂടുതൽ ആൾക്കാർക്കും ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ കൂടുതൽ ആൾക്കാരും. എന്നാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വീണ്ടും നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്ത് റിഫ്രഷ് ചെയ്ത് പണ്ട് സോൾവ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എടുത്ത് വീണ്ടും സോൾവ് ചെയ്ത് നോക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, സാധാരണ ചെയ്യാറുള്ള കാര്യം, ഒരു ചിന്തിക്കാറുള്ള ഒരു രീതി ഇങ്ങനെയാണ്. ഓക്കെ, പണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചെയ്യുന്ന വേസ്റ്റ് ആണ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും വീണ്ടും ചെയ്യുന്നത് ഒരിക്കലും ഒരു ടൈം വേസ്റ്റ് ആവുന്നില്ല. നമുക്ക് എന്തായാലും അതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വിഷമം തീർക്കാൻ നമ്മൾ പണ്ട് ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതോ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചുമ്മാ ചലവറാങ്ങ് ചെയ്ത് നോക്കുക. കുറച്ച് കോൺഫിഡൻസ് കൂടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നേരത്തെ നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.